ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരെല്ലാവരും പോയാൽ, അതായത് ശ്രീകുട്ടിയും കണ്ണനും സുധേട്ടനും പണിക്ക് പോയി, ശ്രീകുട്ടി സ്കൂളിൽ പോയി, കണ്ണൻ അംഗനവാടിയൊക്കെ പോയാൽ എനിക്ക് പിന്നെ വീട്ടിലത്തെ പണികൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഒരേറെ പണിയുള്ള ദിവസമാണ്. അതായത് ഒരു 3-4 ദിവസത്തെ തിരുമ്പിയത് മടക്കി വെക്കണ്ടേനു. എനിക്ക് തലവേനയും മറ്റതും മറിച്ചതും പിന്നെ വേറെ ഓരോരോ പോക്കും. അപ്പം ഇന്നലൊക്കെ തിരൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 3-4 ദിവസത്തെ മടക്കി വെക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ നമ്മൾ ഡ്രസ്സുകൾ ഓരോ സ്ഥലത്തു നിന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ അൽമാറിൻ്റെ ഉള്ളിൽ കാണേ വേണ്ട, എൻ്റെ ഡ്രസ്സ് വെച്ച സ്ഥലവും ശ്രീകുട്ടിൻ്റെ കണ്ണൻ്റെ വെച്ച സ്ഥലമൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. പിന്നെ സുധേട്ടൻ്റെ ഡ്രസ്സ് വെച്ച സ്ഥലമൊന്നും അത്ര കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഞാനിതപ്പോൾ തൽക്കാലത്തിനിപ്പോൾ തിരുമ്പിയത് അത് മടക്കി വെക്കണം. ഇതൊക്കെ കൂടി കാണുമ്പോൾ ആകെ ഒരു തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പം ഞാൻ നമ്മൾ സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ മടക്കി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ അന്ന് വൈകുന്നേരത്ത് എന്തെങ്കിലും ഒരു പണി, വേറെ ഒരു പണി ഉണ്ടാവും, അല്ലെങ്കിൽ തലവേദന. അങ്ങനെ ഞാൻ ഒരു 3-4 ദിവസം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ. ഒന്നരാടം കൂടുമ്പോഴുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 3 പ്രാവശ്യത്തെ തിരുമ്പിയത് മടക്കി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റത്തെ പണി ഒന്ന് അടിച്ചു വരണ തുടയ്ക്കണതിൻ്റെ മുന്നേ അത് ഈ റൂമൊന്ന് ക്ലീനാക്കുക. അതായത് വല്ലാണ്ടില്ല, പക്ഷേ ഈ തിരുമ്പിയത് മടക്കി വെക്കാനാണ് ഏറത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് പണി എന്ന് പറഞ്ഞാൽ ചോറായി, പിന്നെ അടുപ്പത്ത് കറി സാമ്പാറാണെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ വേവിച്ച് ഗ്യാസൊക്കെ ഓഫാക്കി വന്നിട്ട് ഈ തിരുമ്പിയത് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സെക്ഷനായിട്ട് വേണം മടക്കി വെക്കാൻ. കണ്ട എൻ്റെ അലമാരൻ്റെ കോലം ആ മുകളിലത്തെ സെക്ഷൻ മാത്രം ഒന്ന് നല്ലപോലെ ഉള്ളൂ. ബാക്കി രണ്ടും സുധേട്ടൻ്റെ അത് ഞാൻ അപ്പം 2 കൂടി ആഡ് ചെയ്തപ്പോഴുള്ള കോലാട്ടോ. പിന്നെ ഇതൊക്കെ വേറെ ദിവസമാണ് നല്ലപോലെ മടക്കി വെക്കാൻ. പിന്നെ താഴെ ബെഡ്ഷീറ്റ് വെച്ചത് അന്നത് കാർത്തിക നല്ലപോലെ മടക്കി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു സമാധാനം. എൻ്റേത് കൂടുതൽ 3ാമത്തെ തട്ടിലാണ് എൻ്റേത് നല്ലോണം കൂടുതൽ ഇങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കുന്നത്. പിന്നെ കണ്ണൻ്റും ശ്രീകുട്ടിൻ്റെ അവരതെന്ന് വെച്ചാൽ ശ്രീകുട്ടിയൊക്കെയാണ് പിന്നെ മെയിനായിട്ട് ഓൾ ഡ്രസ്സ് എടുക്കുക. ഞാൻ അടുത്തോട്ട് തലയിൽ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത് ചെറുത്തോ അറിയും. ഞാൻ അടുത്തോണ്ട് എടുക്കണമൊന്നും അവൾക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ അത് വേണ്ട, മറ്റേത് മതി അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് ജെന്നെ എടുത്തോ എന്നറിയും. അപ്പം അങ്ങനെ അവരെടുക്കുമ്പോൾ അങ്ങനെ ഒന്നാകെ വീണു. അങ്ങനെ അത് ലാസ്റ്റ് മടക്കി വെക്കും. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 2-3 ആഴ്ചയാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് പടുത്ത് ഞാനിപ്പോൾ എങ്ങോട്ടോ പോയിരുന്നു. അപ്പോൾ ഇതാക്കി വെച്ച കോലാണ് ഒന്നാമത്. അങ്ങനെ അതിന് മുന്നേ ഞാനൊന്ന് മടക്കിയൊക്കെ വെച്ചൊക്കെ ക്ലീൻ ആക്കിയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും അങ്ങനെ അത് എടുക്കും തോറും പിന്നെയും കൂടി വരുന്ന ഒരിതാണ് നമ്മളെ തിരുമ്പിയത് മടക്കി വെക്കാറ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണെന്ന് തിരുമ്പിയത് മടക്കി വെക്കുക. തിരുമ്പാൻ ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ തിരുമ്പിക്കൊള്ളില്ല, അതുകൊണ്ടല്ല കേട്ടോ. പൊതുവേ എനിക്ക് തിരുമ്പിയത് മടക്കി വെക്കാണ് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. പണികളിലൊന്നെന്ന് പറയാൻ പറ്റും. തിരുമ്പണമൊന്നും പിന്നെ കുഴപ്പമില്ല. വാഷിംഗ് മെഷീനിലല്ലാതെയും ഞാൻ നമ്മളെ ബാത്റൂമിൽ നിന്നും തിരുമ്പലുണ്ട്. നമ്മൾ സാധാരണ ഡ്രസ്സ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചില ദിവസങ്ങൾ തിരുമ്പലുണ്ട് കേട്ടോ. വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ നീച്ച് കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിടാതെ ഞാൻ തിരുമ്പലുണ്ട്. അപ്പോൾ തിരുമ്പിയതല്ല എനിക്ക് കൂടുതൽ ഈ മടക്കി വയ്ക്കുക എന്നുള്ളൊരിതാണ്. പിന്നെ ഞാൻ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ കസാരമട്ട ഐറ്റംസ് പറഞ്ഞാൽ എനിക്ക് സൈഡ് പിടിക്കാനുള്ളതും പിന്നെ ചിലത് സൈഡൊക്കെ കീറിയതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ പുതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതാക്കണം. അതിന് മുന്നേ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ആ ഒരു മുണ്ട് ഇപ്പോൾ ഇവിടെ ഈ റൂമിൽ ആരും കിടക്കില്ലല്ലോ. പിന്നെ ഞാൻ പീരീഡ്സ് ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ റൂമിലേക്ക് കിടക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ആ റൂമിൽ ഞങ്ങളെ കന്നിമൂല ആയതുകൊണ്ട് ഞാൻ പീരീഡ്സ് ആയ സമയത്ത് ഞാൻ അവിടെ കിടക്കില്ല. ഞാൻ ഈ റൂമിലാണ് വന്ന് കിടക്കുക. അതും കട്ടുമ്പോൾ കിടക്കില്ല, നിലത്തെ കിടക്കുക പായ വിരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇനി ആരെങ്കിലും വരുമ്പോൾ കിടന്നാൽ മതി ലക്ഷ്യം ഞാൻ ജസ്റ്റ് സുധേട്ടൻ്റെ ഒരു മുണ്ട് വെറുതെ അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കണത്. എന്നുവെച്ചാൽ വെറുതെ നമ്മൾ വിരിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പൊടിയാവല്ലോ. അപ്പം ഞാൻ ആരെങ്കിലും വരുന്ന സമയത്ത് ഏതായാലും വിരിക്കാതെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കും. പിന്നെ കട്ടിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ കൂടുതൽ പൊടിയുള്ളത്. ഈ റൂമിലൊക്കെ നല്ല പൊടിയുണ്ട്. ഇപ്പോൾ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് ഞങ്ങളെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 നേരം ഇപ്പോൾ അടിച്ചു വരും. അല്ലെങ്കിൽ ഞാൻ ഒരു നേരം അടിച്ചു വരലുള്ളൂ. ഇപ്പോൾ അകത്തല്ല, ഫ്രണ്ടിൽ. അപ്പോൾ രാവിലെയും വൈകുന്നേരം അടിച്ചു വരും. നല്ല പൊടി പാർന്നുകൊണ്ട് മറ്റേതിക്ക് അങ്ങനെ എപ്പോഴും അടിച്ചു വരേണ്ടതില്ലായിരുന്നു. അങ്ങനെ അത് ആ റൂം ക്ലീനാക്കി
അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഹോളിൽ കണ്ണനൊക്കെ കുറച്ചൊന്ന് പരത്തിയിട്ടാണ്. ഇവർ വന്നാൽ പിന്നെ രാത്രി ഇവരെ പുറത്തത്തെ കളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഉള്ളിലേക്ക് വരുമ്പോൾ കണ്ണന് ആ ചെറിയ വിളക്കും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ട്, പിന്നെ ഫ്ലവർ വേസ് അതൊക്കെ കൊണ്ട്, പിന്നെ അവൻ്റെ 2 ടെഡി ബിയറും ഒക്കെ കൊണ്ട് കളിയാണ്. അതൊക്കെ നിലത്തിട്ടിട്ട് നിൽക്കും. പിന്നെ അതുകൂടാതെ സുധിയേട്ടൻ്റെ ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇന്നലെ കൊണ്ടുവച്ചാണ് പപ്പടത്തിൻ്റെ പാത്രമൊക്കെ, പപ്പടമൊന്നും ഇല്ല, എന്നിട്ട് പപ്പടത്തിൻ്റെ പാത്രമൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവച്ചാണ്. കുറേ സാധനം ഉണ്ടായിരുന്നു, കുറേ സാധനം ഞാൻ ഒക്കെ മാറ്റി വെച്ചാട്ടോ. അങ്ങനെ അതൊക്കെ ഇതായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊടി നല്ല ഉണ്ട്, അകത്തേക്കൊക്കെ ഇവിടേക്കൊക്കെ നല്ല പൊടിയാവുന്നുണ്ട് പുറത്തുനിന്നുള്ളത്. അത് എൻ്റെ മുകളിലൊക്കെ പറ്റി പിടിക്കുന്നു. ഞാനിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വരുമ്പോൾ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഞാൻ ഇപ്പം അടുത്ത് മൊത്തത്തിൽ നമ്മൾ മാറാലൊക്കെ കെട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി വീടിൻ്റെ പുറത്തും മുകളിലും ഉള്ളിലൊക്കെ അതൊക്കെ ഇതാക്കി ഞാൻ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചട്ടോ ഒക്കെ ക്ലീനാക്കിയാണ്. പിന്നെ ഈ റൂമിൽ പിന്നെ അധികമില്ല, എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന റൂമും കൂടി ഉണ്ട്, അധികമില്ല. മറ്റോടത്തെന്ന് വെച്ചാൽ കൂടുതൽ തിരുമ്മിത് മടക്കി വെക്കാനുള്ളൂ. ഇവിടെ പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റിയിടാനും പിന്നെ അടിച്ചു വരാനും ഇവിടെ ഉണ്ട് കേട്ടോ പൊടി അത്യാവശ്യം. ആ ഹോളിൽ കൂടെ ഒക്കെ കയറണമെന്ന് തോന്നുന്നു. നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ ഹോൾ വയ്ക്കൂലേ സീലിങ്ങിൻ്റെ അവിടെ, അപ്പോൾ ആ റൂമിൽ 2 ഹോളുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ പൊടി നല്ലോണം കയറണമെന്ന് തോന്നുന്നു. ആ റൂമിലൊന്നും ജനവാതിലിൻ്റെ മുകളൊക്കെ പറ്റി പിടിക്കുന്നുണ്ടാവും. ഞാൻ എന്നിട്ട് ചിലപ്പോൾ തുണി ഉണ്ടെങ്കിൽ തുണി കൊണ്ട് ഇതാക്കും, നല്ല കറക്റ്റായിട്ട് പൊടി പോവുകയുള്ളൂ. പിന്നെ ഞാൻ നേരില്ലാത്തപ്പോൾ എന്തെങ്കിലും ചൂലുകൊണ്ട് വെറുതെ അടിച്ചിട്ട് പോവുക ചെയ്യുക. അങ്ങനെ അതും ക്ലീനാക്കി. പിന്നെ പിള്ളേർ ഓരോന്ന് കൊണ്ടുവന്ന് തിന്നിട്ട് ഉറുമ്പുകളൊക്കെ ബെഡിൽ ഇതായിരുന്നു, എന്നുവെച്ചാൽ സൈഡിൽ കൂടെ ഉറുമ്പ് പോയിരുന്നു. അപ്പോൾ എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഉറുമ്പ് കടിക്കുന്നു. പക്ഷേ ഞാൻ രാത്രി തട്ടി കൊട്ടിയിട്ടാണ് കിടക്കുക, എന്നാലും കിടക്കുന്ന കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഉറുമ്പ് കടിക്കാൻ തുടങ്ങും. അപ്പോൾ ശ്രീകുട്ടിയെ കണ്ണനറ്റോ പഠിത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ആട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി കാണാൻ പോയിരുന്നു. അത് നമ്മൾ എന്തൊരു കർമ്മം കൊടുക്കൽ പോലെ അങ്ങനെ എന്തോ എനിക്ക് കൂടുതലായിട്ട് അതിനെ അറിയില്ല, ഞാൻ ഫുള്ളായിട്ടും കണ്ടിട്ടില്ല, കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ കടലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കടലും കൊണ്ട് വന്നപ്പോൾ കടലവിടെ നിലത്ത് പോയി അങ്ങനെ എന്തോ ചെയ്തിരുന്നു, കടലിൻ്റെ തോല അങ്ങനെ എന്തോ, അതുകൊണ്ടാണ് ഉറുമ്പ്. പിന്നെ ഞാൻ അടിച്ചു വരുമ്പോൾ ആ സൈഡിൽ കൂടെ ഒക്കെ അടിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലായത്. 2-3 ദിവസം ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്, എനിക്ക് നല്ല പോലെ അടിച്ചു വരാൻ ടൈം കിട്ടില്ല. വൈകുന്നേരത്തെ വേഗം അടിച്ചു വരി അങ്ങോട്ട് വിളക്കെത്തിക്കുക നല്ല ഒരു ഇതിലായിരിക്കും. അപ്പോൾ ഇന്നാണ് എനിക്ക് അതിന് പറ്റിയ ഒരു ദിവസം കിട്ടിയത്. അപ്പോൾ നല്ലതൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ സാമ്പാറിൻ്റെ അത് ഞാൻ വിസിലൊക്കെ കളഞ്ഞിട്ട് സാമ്പാർ അവിടെ വെച്ച് ഇനി ബാക്കി കഷ്ണമൊക്കെ ഇടും വേണം, അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുടയ്ക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോരട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പം ഇന്നൊരു 11 മണി തൊട്ടിട്ട് ഒരു 12:30 വരെ ഉള്ളൊരു വർക്കിംഗ് ടൈമാണിത്. അടിച്ചുവാരി തുടയ്ക്കുക, പിന്നെ നമ്മൾ തിരുമ്പിന്ന് മടക്കി വെച്ചു. അങ്ങനെ അവിടെ ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് ബാക്കിയുള്ള പച്ചക്കറി സാധനം, അതായത് നമ്മൾ സാമ്പാറിനുള്ള ബാക്കി കഷ്ണങ്ങളും ഞാൻ ഇട്ട് വേവിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാൻ പോയി. അതിനിടയ്ക്ക് ഞാൻ അത് നമ്മൾ സാമ്പാറും റെഡിയാക്കുന്നുണ്ട് കേട്ടോ, ശരിയാക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടില്ല, പിന്നെ അതിനും കൂടി നേരം കിട്ടൂല. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ അരച്ചില്ല. എന്നുവെച്ചാൽ പൊതുവേക്ക് ഇന്ന് മരുന്ന് കുടിച്ചതിൻ്റെ ക്ഷീണവും പിന്നെ ഛർദ്ദിച്ചും ചെയ്തു. മരുന്ന് കുടിച്ചപ്പോൾ ചിലപ്പോൾ ഉള്ളതാണ് ഛർദ്ദിച്ചു, പക്ഷെ മരുന്ന് പോന്നിട്ടില്ല, കഫം അങ്ങോട്ട് പോയിരുന്നു. കെട്ടി നിൽക്കുന്ന കഫം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ചിലർക്ക് ഉണ്ടാവില്ലേ ഒരു മഞ്ഞ വെള്ളം പോരുക, അതേപോലെ അങ്ങനത്തെ അത് പോകുന്നു, നമുക്ക് കൂടുതൽ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ഷീണമുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ ആ ക്ഷീണത്തിൽ പിന്നെ ഞാൻ കണ്ണനെ കൊണ്ടാക്കി വരുമ്പോൾ നമ്മൾ ആ ഇളനീരിൻ്റെ ജ്യൂസില്ലേ, അപ്പോൾ അത് വാങ്ങി കൊടുത്തു ഞാൻ. അല്ലെങ്കിൽ 7up അങ്ങനെ വാങ്ങും. അതൊക്കെ കുടിച്ചാൽ പിന്നെ ആ ഛർദ്ദിക്കാൻ വരവും ആ ഒരു ഇതൊക്കെ എന്തൊരു ക്ഷീണത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ 7up അങ്ങനത്തെ വാങ്ങും. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ആ തേങ്ങാവെള്ളമൊക്കെ വാങ്ങി, അപ്പോൾ അതൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. രാവിലത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പുട്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും ഒക്കെ അങ്ങനെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തേക്കാണ്. എന്നിട്ട് വേണം എനിക്ക് അടുക്കള തുടച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാം. ബാക്കി ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ഇല്ല, ഇനി പിന്നെ എനിക്ക് കുളിച്ച് ചോറിനാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്രങ്ങൾ എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കഴുകിയിട്ടില്ല, ഇന്നലെ തലവേദനിച്ചിട്ട് ഇന്നലെ പെട്ടെന്ന് തുടങ്ങിയ തലവേദന. അപ്പോൾ ഞാൻ ചോറിന്നിട്ട് വേഗം
പോയി കിടക്കുക ചെയ്ത്. അപ്പോൾ ഇന്നലത്തെ രാത്രിത്തെ പ്ലേറ്റുകളും കാര്യങ്ങളും അതുണ്ടായിരുന്നു. അതാണ് ഇത്രയും തോനെ പാത്രങ്ങളുള്ളത്. കറിൻ്റെയും പിന്നെ ഇന്ന് രാവിലത്തെ പുട്ട് വെച്ചതിൻ്റെ നമ്മൾ പുട്ട് കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കേക്ക് വെച്ച് ഒക്കെ അടുക്കി പെറുക്കി നമ്മളെ അടുപ്പും ഇതിനൊക്കെ തുടച്ച് ഗ്യാസിൻ്റെ അവിടെയൊക്കെ തുടച്ച് സാമ്പാർ അതായിരുന്നു. പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉപ്പേരി വയ്ക്കാനുള്ള ഒരു സമയമില്ല. പിന്നെ എനിക്ക് ശ്രീകുട്ടിനെ കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ശ്രീകുട്ടിക്ക് പനിയായിട്ട് രാവിലെ പോയത്. അപ്പോൾ ഇന്ന് സ്കോളർഷിപ്പിൻ്റെ എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവളെ പറഞ്ഞയച്ചതാണ്. ആ എക്സാം എഴുതിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് 1 മണീൻ്റെ ബസ്സിന് പോകും വേണം. അപ്പോൾ ഞാൻ വേഗം പണികൾ വേഗം തീർക്കണം. എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് ചോറിന്നിട്ട് വേണം പോകാനുള്ള ഒരു ഇതിലാണ് ഞാൻ വേഗം പണികൾ തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ അവിടെ അടിച്ച് വാരിയിട്ട് പിന്നെ അടുക്കള വേഗം അങ്ങോട്ട് തുടച്ചെടുത്ത്. അവിടെയൊക്കെ ആകുമ്പോൾ ഇന്നലെ മുന്തിരി തിന്നതിൻ്റെയും അതിൻ്റെ ഒക്കെ നീരൊക്കെ അവിടെ ആയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ച് അങ്ങനെ 2 പ്രാവശ്യം ഞാൻ തുടക്കട്ടെ. ഞാൻ പൊതുവേ ഞാൻ തുടക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം തുടയ്ക്കും. എന്നാലും എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. അതിപ്പോൾ അടുക്കള മാത്രമല്ല കേട്ടോ, റൂമായാലും ഇറങ്ങായാലും എല്ലായിടത്തും ഞാൻ 2 പ്രാവശ്യം തുടച്ചിട്ടേ ഇതാക്കുള്ളൂ. അതുമാതിരി വെള്ളം മാറ്റും കേട്ടോ. ഇപ്പോൾ 2 റൂമിലേക്ക് ഒരു ബക്കറ്റ് ആദ്യത്തെ ഫസ്റ്റ് വെള്ളം വയ്ക്കും. പിന്നെ ഹാളിലേക്കും ലിവിങ്ങിലേക്കും വേറെ ബക്കറ്റ് വെള്ളം, പിന്നെ അടുക്കളയ്ക്കും മറ്റേ വർക്കേരിക്കും വേറെ വെള്ളം, അങ്ങനെ ആയിട്ട് കേട്ടോ വയ്ക്കാം. അങ്ങനെ പിന്നെ എൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ വീട്ടിലത്തെ പണികളെന്ന് പറയുന്നത്. പിന്നെന്താ നോക്കേ, ഇനി അധികം വലിച്ചു നീട്ടി ഇതാക്കണില്ല. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.